ഹലോ നമ്മൾ ഈ ധൃതി പിടിച്ച് ഓട്ടം ഓടുന്നത് എങ്ങോട്ടാണെന്നല്ലേ പറഞ്ഞു തരാം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ചൊവ്വാഴ്ചയാണ് കേട്ടോ, അതായത് നവംബർ 25. നമ്മൾ ഇന്ന് എക്കോ മൂവി കാണാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 മണിക്കാണ് ഷോ. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9:50 നല്ല മഴയുണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല കോടമഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കഷ്ടി 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇന്ത്യൻ തിയേറ്ററിലേക്ക്. ബൈ ദ ബൈ, ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ മഴയത്ത് ഇങ്ങനെ ഡ്രൈവിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൈബല്ലേ, ഒരു നല്ല പാട്ടൊക്കെ ഇട്ട് അതിന്റെ കൂടെ പാടി ഇങ്ങനെ വൈബ് ചെയ്ത് പോവാൻ. സുന്ദരി നീലാ നീലാ മിഴിയേ നീലാ നീലാ. ഇവിടെ ഇന്ത്യൻ മൂവീസ് വരുന്ന മെയിൻ 2 തിയേറ്റേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇതിൽ ഒരെണ്ണം നമ്മുടെ വീടിന് വളരെ അടുത്ത്, അതായത് ഒരു 5-10 മിനിറ്റ് കഷ്ടി ഡ്രൈവ് ചെയ്യാനുള്ളത്, അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. പിന്നെ വേറൊരെണ്ണം ഉള്ളത് ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ളത്. ആ ഒരു തിയേറ്റർ ആണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണൽ കുറച്ചും കൂടി ഇഷ്ടം. ബിക്കോസ് അത് കുറച്ചും കൂടെ ന്യൂലി റിനോവേറ്റഡും നല്ല കിഡിലൻ സീറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി തിയേറ്ററാണത്. അപ്പോൾ വീടിന് ഇത്രയും അടുത്തായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ഈ ക്ലൈമറ്റ് ഇത്രയും കിഡിലനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയേനെ. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടോ. ഇതാണ് വുഡ് സൈഡ് സിനിമാസ്. നമ്മുടെ തിയേറ്ററിന്റെ തൊട്ടിപ്പുറത്ത് ശരവണ ഭവൻ ഉണ്ട്. എന്താ ഒരു കോംബോ അല്ലെ. സിനിമ കണ്ടിറങ്ങുന്നു, നല്ല ചൂട് കാപ്പിയും വടയും മസാല ദോശയും, കൂടെ മഴയും. അന്തസ്. പക്ഷെ ഇന്ന് അതിനുള്ള സ്കോപ്പില്ല, കടയടിച്ചു. നമ്മൾ ഇന്ന് മൂവിക്ക് പോണത് 5 പേര് ചേർന്നാണ്. ബിൻസി, ഗ്രാസി, ജിബിനാപ്പി, ഞാന്, അഖിൽ. ഗ്രാസിനെ പറ്റി ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അവനൊരു റിയൽ മൂവി മാനിയാക്കാണെന്ന്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അവന് മസ്റ്റാ. നമ്മൾ അപ്പുറം ഇപ്പുറം പാർക്ക് ചെയ്തിട്ട് ജിബിനാപ്പിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ദാ ഗ്രാസിയുടെ വക ഒരു കമന്റ്. വീഡിയോ ഉണ്ട്. 10 മണിക്കാണ് ഷോ. 10 മണി കഴിഞ്ഞിട്ടും ജിബിനാപ്പിനെ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കാമായിട്ട് ഇരുന്നു. ബിക്കോസ് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പരസ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ വഴി അങ്ങ് പൊക്കോളൂല്ലോ. ജിബിൻ എത്ര ടൈം കൊണ്ട് തിയേറ്റർ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എനിക്ക് തോന്നുന്നു 2-3 സ്ക്രീൻസ് ഉണ്ട്, പിന്നെ സ്നാക്സ് ബാർ ഉണ്ട്, വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ നമ്മുടെ വിജയ് അണ്ണന്റെ പോസ്റ്ററും ഉണ്ട്. പിന്നെ ഇൻ ദ മീൻ ടൈം ജിബിനാപ്പി വന്നു. നമ്മളപ്പോൾ ഓടി തിയേറ്ററിൽ കയറി ഇതാ പടം തുടങ്ങി. ഒരു കണക്കിന് ഞങ്ങൾ 10 മണിക്ക് കയറി അതിനകത്ത് കുത്തിരിക്കാനും നന്നായി. ബിക്കോസ് അത്രയും പരസ്യം ഒരു ഇച്ചിരി ഒഴിവായി കിട്ടി കേട്ടോ. അങ്ങനെ ഇതാ ഇന്റർവെല്ലായി. ഇവളിപ്പോ എന്താ നോക്കുന്നത്, ക്ലൈമാക്സിനെ പറ്റിയാണോ ആവോ? ഇവിടെ പിന്നെ കുലങ്കൃതമായ ചർച്ചയാണ്, ആരാണ് എന്താണ് എവിടെയാണെന്നൊക്കെ. അങ്ങനെ പടവും കഴിഞ്ഞ് നമ്മൾ ഇതാ ഇറങ്ങി. മൂവി കണ്ടിറങ്ങിയതിന്റെ ഒരു നീണ്ട ചർച്ചയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. പടം വേറെ ലെവൽ, അടിപൊളി. ഈ മൂവി എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സൗണ്ട് എഫക്ട്സ്, വിഷ്വൽ എഫക്ട്സ്, ക്യാരക്ടേഴ്സ്, പിന്നെ ഇതെന്താണ്, ഇവരാരാണ്, അടുത്തത് എന്താണ് എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ത്രൂ ഔട്ട് ദ മൂവിയിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ്, എന്റെ മോനെ അത് കണ്ടിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്നു പോയി ഒരു 5 മിനിറ്റ്. ബാക്ക് ടു റിയാലിറ്റിയിലേക്ക് വരാൻ തന്നെ എടുത്തു കുറച്ച് സമയം. അപ്പോൾ ഈ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ അധികം ഈ റിവ്യൂസും കാര്യങ്ങളും കാണരുത്, ബിക്കോസ് ഈ ഒരു മൂവിയുടെ ഫ്രഷ്നെസ് പോകും. അപ്പോൾ കൂടുതൽ സ്പോയിലേഴ്സ് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐ വിൽ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.